ഹലോ ഗേയ്സ്, ഇന്ന് നമ്മുടെ നാടൻ തനി നാടൻ അപ്പം ചുടും. നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഭവമാണല്ലോ അപ്പവും. നമുക്ക് അതിൻ്റെ കൂടെ വെള്ള ചമ്മന്തിയും മുട്ടക്കറിയും ഗ്രീൻ പീസ് കറിയും പിന്നെ കുറുമയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇത് പലഹാരമാണല്ലോ നമ്മുടെ തനി നാടൻ അപ്പം. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് തേങ്ങയ്ക്ക് ഇപ്പം നല്ല വിലയുള്ള സമയമാണ്. നമ്മൾ പാവങ്ങളെ കൊണ്ട് തേങ്ങ എപ്പോഴും വാങ്ങിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം. തേങ്ങയ്ക്ക് വില കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് തേങ്ങയില്ലാതെ അപ്പം ചുട്ടെടുക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, എന്നാലും ഞാനൊന്ന് പറയുക. നമുക്ക് കുറച്ച് ചോറും, ഇന്നലെ ഞാൻ പച്ചരിയും കുറച്ച് ചോറും കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് തേങ്ങയില്ലാതെ ആട്ടി വെച്ച മാവാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. തേങ്ങയില്ലാതെ ആട്ടി വെച്ച അപ്പം ചുടാനെ കൊണ്ട്. ഇതിൽ നമ്മൾ കറിക്ക് തേങ്ങ അരയ്ക്കാൻ എടുക്കുമല്ലോ, അപ്പോൾ ഉണക്കത്തേങ്ങ ആയാലും പച്ചത്തേങ്ങ ആയാലും അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതിനകത്ത് ഒരു സ്പൂണോ 1.5 സ്പൂണോ പഞ്ചസാരയും കൂടെ അതിൽ ചേർത്ത് വെച്ച് ഒരു ദിവസം ഒന്ന് പുളിക്കാൻ വെക്കുക വെളിയിൽ പുറത്ത്. അപ്പം പുളിച്ചതിന് ശേഷം അത് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യം ഉള്ളപ്പോൾ നമുക്ക് അപ്പം ചുടാൻ ആവശ്യമുള്ളപ്പോൾ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. അത് അരി ആട്ടുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ആ അരി ആട്ടുന്നതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ആ മാവെല്ലാം ആട്ടി തീർന്ന് ഇളക്കി ഇങ്ങനെ വെച്ചിരുന്ന പിറ്റേന്ന് നമുക്കിങ്ങനെ നല്ല രീതിയിൽ പൊങ്ങി വരുന്ന അപ്പം ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ തേങ്ങ ചേർക്കാത്ത അപ്പമാണ്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിൻ്റെ കൂടെ വെള്ള ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. എൻ്റെ മോനും ഇക്കാക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ ചേർക്കത്തേ ഇല്ല നമ്മളിവിടെ. നേരത്തെയൊക്കെ തേങ്ങ ചേർക്കാനും ഇപ്പോൾ തേങ്ങ ചേർക്കാതാണ് അപ്പം ഉണ്ടാക്കുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന അപ്പം ചുട്ടെടുക്കാം. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ തേങ്ങാ വെള്ളം സൂക്ഷിക്കാം. അവിടെ ഞാൻ കാണിച്ചു തരാം അപ്പം ചുടുന്നത്. നല്ല രീതിയിൽ കുമ്പളമൊക്കെ വന്ന് നല്ല രീതിയിൽ അപ്പം ചുട്ടെടുക്കാൻ പറ്റും. അങ്ങനെ കണ്ട ചുട്ട് വെച്ച അപ്പങ്ങളാണിത്. നല്ല രീതിയിൽ നമുക്ക് നല്ല മയമുള്ള അപ്പമായിട്ട് എടുക്കാണ്ട, തൊട്ടാൽ തന്നെ കണ്ട നമുക്കറിയാം നല്ല മയത്തിൽ ചുട്ടെടുക്കാം. തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല. തേങ്ങയ്ക്കിപ്പോൾ നല്ല വിലയുള്ള സമയത്ത് നമുക്ക് തേങ്ങയില്ലാതെ തേങ്ങാവെള്ളം കൊണ്ട് അപ്പം ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണെന്ന് ഞങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. എന്നാലും നമുക്ക് സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.